വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം അല്പസമയം മുൻപ് നാട്ടിലെത്തി. ദമാമിൽ നിന്നും പുലർച്ചെ യാത്ര തിരിച്ച റഹീം രാവിലെ 7:55 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുകയായിരുന്നു. അതേസമയം ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തും. വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിലാണ് ചേരുന്നത്. നമുക്കൊപ്പം അമൽ, വളരെ വിങ്ങുന്ന മനസ്സോടെയാണ് റഹീം എന്ന ആ മനുഷ്യൻ ഇന്ന് 7:55 തിരുവനന്തപുരത്ത് വന്നിറങ്ങിയതെന്ന് നമുക്കറിയാം. ഇനി എന്താണ് മുന്നോട്ട്, എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അവ്യക്തതയുമുണ്ട് എന്ന് നേരത്തെ അമലും സൂചിപ്പിച്ചിരുന്നല്ലോ. ഷെമിയുടെ മൊഴിയെടുക്കാൻ തക്ക പാകത്തിന് ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? മോദി, കേസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് വലിയ ആശയക്കുഴപ്പങ്ങളില്ല. കാരണം പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിയുമായി ഇനിയൊരു തെളിവെടുപ്പിൻ്റെ മാത്രം സാഹചര്യമാണ് പോലീസിന് മുന്നിലുള്ളത്. മറ്റ് കൂടുതൽ പ്രതിസന്ധി കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് പോലീസ് കരുതുന്നില്ല. ഈ പ്രതി പറയുന്ന കാര്യങ്ങൾ, പ്രതി കുറ്റസമ്മതം നടത്തുന്നു, അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. അത്തരത്തിൽ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതി പറയുന്നതിനെ എല്ലാം തന്നെ സാധൂകരിക്കും. താനാണ് ഈ 5 കൊലപാതകം നടത്തിയതെന്നും അതോടൊപ്പം തന്നെ ഒരു കൊലപാതക ശ്രമം, ഉമ്മ മരണപ്പെട്ടില്ല, അപ്പോൾ അതൊരു കൊലപാതക ശ്രമം എന്നുള്ള കേസാണ്. അറ്റംപ്റ്റ് മർഡറാണ് കേസെടുത്തിരിക്കുന്നത്. 5 കൊലപാതകവും ഒരു അറ്റംപ്റ്റ് മർഡറും കൊലപാതക ശ്രമവും അങ്ങനെയാണ് കേസുകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ 6 കേസുകളെ സംബന്ധിച്ചും കൃത്യമായി തന്നെയുള്ള തെളിവുകളുണ്ട്. അതിനാൽ ഇനി ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നത് നിർണായകമാണ്. ഉമ്മ ആദ്യഘട്ടത്തിൽ സ്വന്തം മകനാണ്, അതിനാൽ തന്നെ ഒരു സംരക്ഷണ കവചം ഒരുക്കിയാണ് ബന്ധുക്കളോട് മറ്റുമൊക്കെ സംസാരിച്ചത് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം അകത്ത് കയറി ഉമ്മയെ സന്ദർശിച്ച DK മുരളി MLA അത് തന്നെയാണ് പറഞ്ഞത്. അതായത് കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റത് എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ കൃത്യമായ കാര്യങ്ങൾ അവർക്കും പറയേണ്ടി വരും, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. ഈ മകൻ്റെ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയമായി അവിടെ പരിക്കേറ്റ് കിടക്കുമ്പോഴാണ് പോലീസ് എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയായിരുന്നുവെങ്കിൽ ആ നിലയിൽ നിന്നും അവരുടെ ആരോഗ്യസ്ഥിതി ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം പോലീസിനോട് സംസാരിക്കുന്നതിലും ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഇന്നലെ ആറ്റിങ്ങൽ DYSP മഞ്ജുലാൽ ആശുപത്രിയിലെത്തി ആരോഗ്യസ്ഥിതി പരിശോധിച്ച് മടങ്ങിയിരുന്നു. അപ്പോൾ ഇന്നലത്തെ മൊഴിയെടുപ്പ് വേണ്ട, കുറച്ചുകൂടി ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആവട്ടെ എന്ന് പറഞ്ഞാണ് പോയത്. അപ്പോൾ ഇന്ന് ആശുപത്രിയിലേക്ക് എത്തി ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ പ്രതിയുടെ ചോദ്യം ചെയ്യൽ ഇനിയും തുടരേണ്ടതുണ്ട്. ഈ കൊലപാതകങ്ങൾ നടത്തി എന്നതിനപ്പുറത്തേക്ക് അത് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി, അത് പോലീസിനും വ്യക്തത ഉണ്ടെങ്കിൽ കൂടി, ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ചെറുപ്പക്കാരൻ എങ്ങനെ എത്തി എന്നതിനെ സംബന്ധിച്ച് പോലീസിന് മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാകെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ ഇനിയും ഉണ്ടാകും. അതോടൊപ്പം തെളിവെടുപ്പടക്കം നടക്കേണ്ടതുണ്ട്. പ്രതിയുടെ ആരോഗ്യസ്ഥിതിയാണ് എങ്കിൽ എലിവിഷം കഴിച്ച് ചികിത്സയിൽ കഴിയുകയാണ്. അപ്പോൾ എലിവിഷം കഴിച്ചതിനാൽ പറയുമ്പോഴും ഈ ബാധ്യത എന്ത് കാരണത്താൽ എങ്ങനെ ഉണ്ടായി? അത് അമ്മ ക്ഷമിക്കുകയാണോ? കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ കടമാണോ? അതോ മറ്റേതെങ്കിലും രീതിയിൽ ഈ പ്രതി അഫാൻ വരുത്തിവെച്ച കടമാണോ? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വേണ്ടേ? പണം ആവശ്യപ്പെട്ട് പലപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് റഹീമിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണവും ലഭ്യമല്ലേ? ഈ സാഹചര്യത്തിൽ അതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. മോദി, ഇനി കൂടുതൽ പ്രതികരണം നടത്തേണ്ട ഒരാളെന്ന് പറയുന്നത് പിതാവാണ്. പക്ഷേ പിതാവ് പറയുന്നത് നിരന്തരമായി പണം ആവശ്യപ്പെട്ട് ഉമ്മയുമായി അഫാൻ പ്രശ്നമുണ്ടാക്കാറുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ പിതാവ് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങിയ ആ മനുഷ്യനെ ഞാൻ കണ്ടപ്പോൾ നമുക്കത് താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അങ്ങനെയാണ് ആ മനുഷ്യൻ വന്നിറങ്ങുന്നത്. ഇതിനു മുൻപ് അദ്ദേഹത്തെ ഇവിടെ സ്വീകരിക്കാനുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഇളയ മകനുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട്, സഹോദരൻ്റെ ഭാര്യയുണ്ട്. അങ്ങനെയുള്ള ആളുകളൊന്നും ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. അവരുടെ മരണാനന്തര ചടങ്ങുകൾ കണ്ടതുപോലും അദ്ദേഹം TV-യിൽ ആയിരിക്കണം ഒരുപക്ഷെ, കണ്ടിട്ടുണ്ടാകുമോ എന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അവസരമുണ്ടായത് നമ്മളൊക്കെ വാർത്ത കൊടുക്കുന്നത് കണ്ടുള്ള ദൃശ്യങ്ങളിൽ വിദേശത്തിരുന്ന് കാണേണ്ട അവസ്ഥയാണ്. അദ്ദേഹത്തിന് ഉമ്മയെ അവസാന വട്ടം ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുന്ന സമയത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല, ഖബറിലൊന്നും പോകാൻ കഴിഞ്ഞില്ല. ഇളയ മകൻ, ഒരുപാട് ലാളിച്ച് വളർത്തിയ മകനുണ്ട്, കണ്ടിട്ട് ഒരുപാട് കാലമായി. അത് ആ കുട്ടിയുടെ ഏറ്റവും ചെറുപ്പകാലത്ത് ഇവിടെ നിന്നും ഗൾഫിലേക്ക് പോയതാണ് ആ മനുഷ്യൻ. അതിനുശേഷം പിന്നീട് മടങ്ങിയെത്താമെന്നുള്ള പ്രതീക്ഷയിൽ പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മടങ്ങിയെത്താൻ കഴിയുന്നില്ല. പിന്നീട് മടങ്ങിയെത്തുമ്പോൾ ആ മകനി മണ്ണിലില്ല. അതോടൊപ്പം തന്നെ പിന്നീടുള്ള ഒരാളെന്ന് പറയുന്നത് ഭാര്യയാണെങ്കിൽ തലയ്ക്കടിയേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഒന്ന് നന്നായി സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു. പിന്നീടുള്ള ഒരാളെന്ന് പറയുന്നത് മൂത്ത മകനാണെങ്കിൽ 5 കൊലപാതക കേസുകളിലെ ഒരു കൊലപാതക ശ്രമ കേസിലെ പ്രതിയായി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ആശുപത്രിയിൽ
വിഷം കഴിച്ച് ചികിത്സയിൽ തുടരുന്നു. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം വന്നിറങ്ങുന്നത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം തേടിയതുമില്ല. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും ഒരു ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിൽ പ്രതികരണം നടത്താമെന്നാണ് ആ ബന്ധുക്കൾ സംസാരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുന്നത് DK മുരളി MLA ഓഫീസിലേക്കാണ്. അവിടെ നിന്നും പള്ളിയിലേക്ക് പോയി അവസാനവട്ടം തനിക്കൊന്ന് കാണാൻ കഴിയാത്ത തൻ്റെ ഉറ്റവരെ ഒന്ന് കാണാനായി കബറിടങ്ങളിലേക്ക് പോകും. അതിനുശേഷം പിന്നീട് ആശുപത്രിയിലേക്ക് പോയി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ ഒന്ന് കാണണം എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം നമ്മളോട് പ്രതികരിക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം മടങ്ങുന്നത്. നിലവിൽ എന്തായാലും എങ്ങനെ മുന്നോട്ട് മതിയാവും. കാരണം നമുക്കറിയാം എത്രത്തോളം മനസ്സ് തകർന്നാണ് ആ മനുഷ്യൻ വന്നത് എന്ന ഉചിതമായൊരു തീരുമാനമാണത്. ആ മനുഷ്യനോട് ഈ ഘട്ടത്തിൽ ഒരു കാര്യങ്ങളും ചോദിക്കാതിരിക്കുക എന്നത്.